അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 13/2/2026 അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ ഞങ്ങളിലേക്ക് നീ റമളാനിനെ എത്തിച്ചു തരണമേ എന്ന ശീർഷകത്തിലാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. റമളാൻ നമ്മിലേക്ക് ആഗതമാകുകയാണ്. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ വിശ്വാസികളെ, നിങ്ങൾക്കുമേൽ നോമ്പിന് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടി. റമളാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കുമേൽ വാരിക്കോരി ചൊരിഞ്ഞു തരുന്ന മാസം. ആകാശലോകത്തു നിന്ന് വിളിയാളം ഉയരും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, ഓ നന്മ കാക്ഷിക്കുന്നവനെ മുന്നോട്ട് വരുവീൻ. റമളാനിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ വേണ്ടി വിശ്വാസി തയ്യാറാകണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കുവീൻ. റമളാൻ പാപമോചനത്തിൻ്റെ മാസമാണ്. വിശ്വാസി ഹൃദയങ്ങൾ ഏറെ കൊതിക്കുന്ന മാസം. ആബിദീങ്ങളുടെ ആത്മാക്കൾക്ക് സന്തോഷം കിട്ടുന്ന മാസം. അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ നിസ്കരിക്കുന്ന റുക്കൂഉം സുജൂദ് ചെയ്യുന്നവരെ കൊണ്ട് നിബിഡമാകുന്ന സമയം. ആകാശലോകത്തുനിന്നും അള്ളാഹുവിൻ്റെ മലക്കുകൾ വിണ്ണിലേക്ക് ഇറങ്ങി വന്ന് ഭയഭക്തിയോടുകൂടെ വിശ്വാസികളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കാകുന്ന മാസം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഖൈറാത്ത്, അള്ളാഹു എല്ലാ നന്മകളും ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. തറാവീഹിൻ്റെയും രാത്രി നിസ്കാരത്തിൻ്റെയും മാസം. ദിക്റിൻ്റെ, തസ്ബീഹിൻ്റെ, ഖുർആൻ പാരായണത്തിൻ്റെ മാസം. അല്ലാഹുമ്മ ഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക്, അല്ലാഹുവേ നിന്റെ ദിക്റിന്, നിനക്ക് ശുക്ർ ചെയ്യാൻ, നിനക്ക് നല്ലവണ്ണം ഇബാദത്തെടുക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. പ്രതീക്ഷയുടെ കവാടങ്ങൾ തുറന്നു വെക്കുന്ന മാസമാണ്. വിശ്വാസികളുടെ കയ്യും കൽബും അള്ളാഹുവിലേക്ക് പ്രാർത്ഥന കൊണ്ട് ഉയരുന്ന മാസം. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, റബ്ബേ നീ നേർമാർഗത്തിലാക്കിയോടൊപ്പം ഞങ്ങളെ നീ നേർമാർഗത്തിലാക്കണമേ. പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന അല്ലാഹുത്താല ഒരിക്കലും തട്ടിക്കളയുകയില്ല. ചോദിക്കുന്നവനോട് അവൻ മുഖം തിരിക്കുകയില്ല. തിരുനബി പറഞ്ഞു, ഇന്നലില്ലാഹി ഉതഖാ ഫീ കുല്ലി യൗമിൻ വലൈല ലികുല്ലി അബ്ദിൻ മിൻഹും ദഅവത്തുൻ മുസ്തജാബ. അല്ലാഹു എല്ലാ റമളാനിൻ്റെ രാപ്പകലുകളിലും നരകമോചനം നൽകും. ഓരോ അടിമക്കും ഓരോ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളുണ്ട് ആ മാസത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുന്ന സമയം. തിരുനബിയുടെ ആ വാക്കുകൾ നമ്മൾ കേൾക്കണം. ഹദീസ് ഖുദ്സിയിലൂടെ അവിടെ നിന്ന് പറയുകയാണ്, കുല്ലു അമലിൻ ഇബ്നു ആദം യുളാഅഫ് അൽ ഹസനത്തു അശറു അംസാലിഹ ഇലാ 700 ضعف. قال الله عز وجل إلا الصوم فإنه لي وأنا أجزي به. ആദമിൻ്റെ സന്തതികളുടെ എല്ലാ അമലുകൾക്കും അള്ളാഹു ഇരട്ടി പ്രതിഫലം നൽകും. ഒരു നന്മയ്ക്ക് 10 പ്രതിഫലമാണ്, അത് 700 വരെ വർദ്ധിക്കും. അള്ളാഹു പ്രത്യേകം പറയുകയാണ്, ഇല്ലസ്സവും, നോമ്പൊഴികെ, ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാനാണ് പ്രത്യേകമായി പ്രതിഫലം നൽകുക. അതിന് എത്ര ഇരട്ടിയാണ് അല്ലാഹുത്താല നമുക്ക് പ്രതിഫലം നൽകുക എന്ന് കയ്യും കണക്കുമില്ലാത്ത വിധം അതവനെ അറിയുകയുള്ളൂ. റമളാൻ വരുമ്പോൾ വിശ്വാസികൾക്കെന്ത് സന്തോഷമാണ്. അള്ളാഹുവിന് നമ്മളതിൽ നന്ദി പ്രകടിപ്പിക്കണ്ടേ. എത്രയോ ആളുകൾ റമളാനിനെ കാത്തിരുന്നിരുന്നു. പക്ഷേ റമളാൻ വരുന്നതിൻ്റെ മുമ്പ് അവർ ഈ മാസത്തോട് വിട ചൊല്ലി, അവരുടെ ആഗ്രഹങ്ങൾ ബാക്കി വെച്ചുകൊണ്ട്. റമളാനിനെ ലഭിക്കുന്നവർ അതിൻ്റെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ
അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്ന ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കണം. അവരുടെ പദവികൾ ഉയർത്തപ്പെടുന്ന സമയമാണ് എന്നവർ ഉൾക്കൊള്ളണം. സ്വഹാബാക്കളിൽപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടു. ശേഷം 1 വർഷം കഴിഞ്ഞതിന് ശേഷം അവരുടെ സഹോദരനും മരണപ്പെട്ടു. ജനങ്ങൾ ഭാവിച്ചു ആദ്യം മരണപ്പെട്ടവരാണ് സ്ഥാനവും പദവിയും കൂടുതലുള്ളവർ. കാരണം അവർ കൂടുതൽ ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നു. അവരെ തിരുത്തിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊടുത്തു, നേരത്തെ മരണപ്പെട്ട വ്യക്തിക്കല്ല സ്ഥാനം. ഈ വ്യക്തി 1 വർഷം കൂടി ജീവിച്ച വ്യക്തിയാണ്. അലൈസ ഖദ് മക്കഥ ഹാദാ ബഅദഹു സന, 1 വർഷം പിന്നെയും ഇദ്ദേഹം ജീവിച്ചില്ലേ? ഖാലു ബല, അവർ പറഞ്ഞു അതേ തിരുദൂതരെ. നബി ചോദിച്ചു, വ അദറക റമളാന ഫസാം, അയാൾക്കൊരു റമളാൻ കിട്ടിയില്ലേ? ആ റമളാനിൽ അയാൾ നോമ്പെടുത്തില്ലേ? ഖാലു ബല, അവർ പറഞ്ഞു അതേ തിരുദൂതരെ. നബി പിന്നെയും പറയാൻ, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർള്, എന്നാൽ അറിയണേ അത് രണ്ടിൻ്റെയും ഇടക്ക് ആകാശഭൂമികളുടെ അത്രമാത്രം വിദൂരമുണ്ട്. ഈ വ്യക്തിക്ക് ഒരു റമളാൻ കൊണ്ട് ലഭിച്ച അനുഗ്രഹം അത്രമാത്രം വലുതാണ്. അല്ലാഹുവേ, റമളാനിനെ സമ്പൂർണ്ണമായി ഞങ്ങളിലേക്ക് നീ എത്തിക്കണമേ. നോമ്പെടുക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം ചെയ്യണമേ. നിന്റെ കാരുണ്യത്തിലേക്ക് ധൃതി കാണിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മാസത്തെ സമ്പുഷ്ടമാക്കിയിരിക്കുന്നു. സ്വർഗ കവാടങ്ങൾ അല്ലാഹു തആല ഈ മാസത്തിൽ തുറന്നു വെക്കും. നബിതങ്ങൾ പറഞ്ഞു, ഇദാ ജാ റമളാൻ ഫുത്തിഹത്തു അബ്വാബുൽ ജന്ന, റമളാൻ ആഗതമായാൽ സ്വർഗ കവാടങ്ങൾ തുറന്നു വെക്കപ്പെടും. ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നാം മസ്ജിദുകളിലേക്ക് ഉളരണം. റബ്ബിൻ്റെ മുമ്പിൽ വിനയാന്വിതരാകണം. ഇമാമിനോട് കൂടെ നാം ഇമാം നിസ്കാരത്തിൽ നിന്ന് വേർപിരിയുന്നത് വരെ നിസ്കാരത്തിൽ കൂടെയാകണം. നബിതങ്ങൾ പറഞ്ഞു, ഇന്നമൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ്, ഒരാൾ ഇമാമിനോടുകൂടെ നിസ്കാരത്തിൽ പങ്കാളിയായി ഇമാം നിസ്കാരത്തിൽ നിന്നും വിരമിക്കുന്നത് വരെ കുത്തിബ ലഹു ഖിയാമു ലൈലത്തിൻ, അയാൾക്ക് ഒരു രാത്രി മുഴുവനും നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം അല്ലാഹു എഴുതപ്പെടും. റമളാൻ നമ്മിലേക്ക് വരികയാണ്. നമ്മൾ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന മാസം. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സന്ദർഭത്തിൽ മിമ്പറിലേക്ക് കയറുകയാണ്. അവിടുന്ന് ആമീൻ 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 എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം ആമീൻ ചൊല്ലി. നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് അവരുടെ കണ്ണും കൽബും തുറന്നു വെച്ച് തിരുദൂതരോട് ചോദിച്ചു, എന്താണ് അവിടുന്ന് പ്രത്യേകമായി ആമീൻ പറയാനുള്ള കാരണം? നബി പറഞ്ഞു, ഖാലലി ജിബിരിൽ, എൻ്റെ അടുക്കൽ ജിബിരിൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് പറയുകയാണ്, റളിമ അൻഫു അബ്ദിൻ അദ്റക അബവൈഹി ഔ അഹദഹുമാ ലം യുദ്ഖിൽഹുൽ ജന്ന, ഒരാൾക്ക് പ്രായമേറിയ മാതാപിതാക്കളെ പരിചരിക്കാനുള്ള അവസരം കിട്ടി, അല്ലെങ്കിൽ ഒരാളെ പരിചരിക്കാനുള്ള അവസരം കിട്ടി, അത് കൊണ്ടിട്ട് അയാൾ സ്വർഗത്തിൽ കടന്നിട്ടില്ലെങ്കിൽ അവന് സർവനാശം. ഞാൻ ഫഖുൽതു ആമീൻ, ആമീൻ പറഞ്ഞു. സുമ്മക്കാല, പിന്നെ ജിബ്രീൽ പറയുകയാണ്, റളിമ അൻഫു അബ്ദിൻ ദഖല അലൈഹി റമളാനു ലം യുഗ്ഫർ ലഹു, ഒരാളും നാശം ഭവിക്കട്ടെ, അയാൾ റമളാനിൽ ഒരുമിച്ചുകൂടി, പക്ഷേ അയാളുടെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടിട്ടില്ല. ഫഖുൽതു ആമീൻ, അപ്പോഴും ഞാൻ ആമീൻ പറഞ്ഞു. സുമ്മക്കാൽ, പിന്നെയും നബി പറഞ്ഞു, റളിമ അൻഫു മ്രിഇൻ ദുഖിർത ഇൻദഹു ഫലം യുസല്ലി അലൈക ഫഖുൽതു ആമീൻ. ജിബ്രീൽ പിന്നെ എൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു, തങ്ങളുടെ തിരുനാമത്തെ ഒരു സദസ്സിൽ പറയപ്പെട്ടു, എന്നിട്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ അയാൾ സ്വലാത്തു ചൊല്ലിയിട്ടില്ലെങ്കിൽ അവനും സർവനാശം. ഞാൻ അപ്പോഴും ആമീൻ പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന. റമളാനിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചിട്ട് ആ റമളാനിൽ നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ നമ്മൾ പെട്ടുപോകും. നമ്മുടെ
മടിയും അലസതയുമൊക്കെ നമ്മൾ മാറ്റിവെക്കണം. റമദാനിൻ്റെ മതനിയമങ്ങളൊക്കെ നമ്മൾ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം. റബ്ബിൻ്റെ അടുക്കലേക്ക് നാം മുന്നിട്ട് വന്ന് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കണം. നാം ഏറ്റവും ഫലപ്രദമായി ചെലവഴിക്കേണ്ടുന്ന സമയമാണ് ആഗതമാകുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, പഠിക്കണം, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം. റമളാൻ ഖുർആനിൻ്റെ മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആൻ പാരായണം ചെയ്യണം, അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ ചിന്തിക്കണം, പഠിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഷഅബാനിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അവൻ നമുക്ക് ബറക്കത്ത് ചൊരിഞ്ഞ്, അല്ലാഹുവേ നിൻ്റെ അനുഗ്രഹീതമായ മാസം അതിനെ ഞങ്ങളിലേക്ക് നീ എത്തിപ്പിച്ചു തരണമേ. ബിൽ യുംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം. എല്ലാ സന്തോഷ സമാധാനത്തോടുകൂടെ, എല്ലാ ഈമാനോടുകൂടെയും നന്മയോടുകൂടെയും ആ റമദാനിനെ ഞങ്ങളിലേക്ക് നീ എത്തിപ്പിച്ചു തരണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.